വെജിറ്റയുടെയും കൂട്ടരുടെയും കയ്യിലുണ്ടായിരുന്ന 7 ഡ്രാഗൺ ബോളും തൂത്തു പറക്കിക്കൊണ്ട് ക്യാപ്റ്റൻ ജിയാനു ഫ്രീസയ്ക്ക് നൽകാനായി പോയതും ഗുഹാനോടും ക്രില്ലിനോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കുരുടിനെ ഒരു തരത്തിൽ വെജിറ്റ കൊന്നുകളയുന്നതും മിച്ചമുള്ള റെക്കോണും കൂട്ടരും പൈശാചികമായ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ക്രില്ലിനെയും വെജിറ്റയും ഗുഹാനെയും കൊല്ലുവാൻ വേണ്ടി നോക്കി നിൽക്കുന്നതും ഗോകു നീ എത്രയും വേഗം ഇവിടേക്ക് വരൂ ഞങ്ങളെ സഹായിക്കുമെന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ വെജിറ്റ പല്ലും കടിച്ചു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക്കിൻ സാഗയുടെ അവസാന എപ്പിസോഡാണ്. ഡ്രാഗൺ ബോൾ സി നമക്കിൻ സാഗയുടെ 13ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വരൂ കഥയിലേക്ക് പോകാം. ചിരിച്ചു കളിച്ചുകൊണ്ട് 7 ഡ്രാഗൺ ബോളും തൂക്കി പറന്നുല്ലസിച്ചു പോയിക്കൊണ്ടിരുന്ന ക്യാപ്റ്റൻ ജിയാനുവിന്റെ കയ്യിൽ നിന്നും ജാഗ്രതക്കുറവ് മൂലം താഴെ ഒഴുകിയിരുന്ന വളരെ വലിയൊരു നദിയിൽ വീണ് പോകുവാൻ തുടങ്ങുമ്പോഴേക്കും സാഹസപ്പെട്ടുകൊണ്ട് ആ ഡ്രാഗൺ ബോൾ തിരികെ കൈക്കലാക്കിയ ജിയാനു എത്രയും വേഗം ഇതെല്ലാം കൊണ്ടുപോയി ഫ്രീസസാമയുടെ മുമ്പിൽ അർപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്റെ തലയുടെ താഴെ ഉടലും കഴുത്തും കാണില്ല എന്നും പറഞ്ഞ് പരിഭ്രമപ്പെട്ടുകൊണ്ട് ക്യാപ്റ്റൻ ജിയാനു ശരവേഗത്തിൽ അവിടെ നിന്നും പറന്നു പോവുകയാണ്. അതേസമയം വെജിറ്റയോടും കൂട്ടരോടും കൊമ്പ് കോർത്തുകൊണ്ടിരുന്ന ജിയാനു പടയിലെ റെക്കോൺ ഇനി അടുത്ത കളി നമ്മുടെയാണെന്നും പറഞ്ഞ് വെജിറ്റനെ റെക്കോൺ യുദ്ധത്തിന് ക്ഷണിക്കുകയും വളരെയധികം ദേഷ്യപ്പെട്ട് പല്ലുകടിച്ചിരിക്കുന്ന ഗുഹാനോടും ക്രില്ലിനോടും നിങ്ങൾക്ക് ഒരു കൈ വെജിറ്റയെ സഹായിക്കണമെങ്കിൽ സഹായിച്ചോളാം പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് കേൾക്കുന്ന ജീസും മുട്ടയും പക്ഷേ നീ ആ കുട്ടികളെ കൊല്ലുവാൻ പാടില്ല, അവന്മാർ രണ്ടുപേരും ഞങ്ങളുടെ ഇരകളാണെന്നും പറയുന്നു. അതെല്ലാം കേൾക്കുന്ന ഗുഹാനും ക്രില്ലിനും വെജിറ്റയ്ക്കും വളരെയധികം ദേഷ്യം വരികയും റെക്കോണുമായുള്ള യുദ്ധത്തിനായി വെജിറ്റ മുന്നടി വെക്കുകയും ചെയ്യുന്നു. അതെല്ലാം കേൾക്കുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും അവനവന്റെ മുഴുവൻ ശക്തിയും ആവാഹിച്ചുകൊണ്ട് മുഴുവൻ പ്രാണശക്തിയും പുറത്തേക്ക് ആവാഹനം ചെയ്യുന്ന വെജിറ്റയ്ക്ക് ചുറ്റും നീല നിറത്തിലുള്ള ഒരു പ്രഭാവലയം വന്ന് നിറയുകയും എനർജി മീറ്ററിൽ വെജിറ്റയുടെ ശക്തി കണ്ട് ഞെട്ടി അമ്പരന്ന് നിൽക്കുന്ന ജീസും ബുട്ടയും റെക്കോണും വെജിറ്റയുടെ ശക്തി ഇപ്പോൾ 30,000 വന്ന് നിൽക്കുന്നു എന്നുകൊണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ശരവേഗത്തിൽ റെക്കോണിന് നേരെ പാഞ്ഞിരുന്ന വെജിറ്റ അവന്റെ മുഖം നോക്കി ആഞ്ഞൊരിടിയടിക്കുകയാണ്. അവന്റെ മുഖത്ത് വെച്ചിരുന്ന എനർജി മീറ്റർ വരെ ഉടഞ്ഞു പോവുകയും തിരികെ മാറി മാറി ഇടിച്ചുകൊണ്ടിരുന്ന വെജിറ്റയുടെ പ്രഹരത്താൽ റെക്കോണിന് വളരെ മാരകമായ പരിക്കുകൾ ഉണ്ടാവുകയും വളരെയധികം ദേഷ്യം വരുന്ന വെജിറ്റ റെക്കോണിന്റെ കാലിൽ പിടിച്ച് വളരെയധികം ചുറ്റിക്കൊണ്ട് വളരെ ദൂരേക്ക് വലിച്ചെറിയുകയും ഒരുപാടധികം മലകൾ താണ്ടി പോകുന്ന റെക്കോൺ വളരെ വലിയൊരു മലയിലേക്ക് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ദേഷ്യം അടങ്ങാത്ത വെജിറ്റ അവന്റെ സർവ്വശക്തിയും പുറത്തേക്ക് ആവാഹിച്ചുകൊണ്ട് ഗാലിക് ഗൺ എന്ന മാരകമായ തേജശക്തി റെക്കോണിന് നേരെ അയക്കുകയാണ്. അതിന്റെ പ്രഭാവലയത്തെ വീഴാതെ ഗുഹാനും ക്രില്ലിനും ബൊട്ടയും ജീസും ഒഴിഞ്ഞു മാറുകയാണ്. റെക്കോൺ ചത്തേ, വെജിറ്റ കൊന്നയെന്നും പറഞ്ഞ് ക്രില്ലിൻ വളരെയധികം സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നുണ്ടെങ്കിലും അവൻ ചത്തിട്ടില്ല, നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് റെക്കോൺ ചെന്ന് വേണം മലയിലേക്ക് നോക്കി ഗുഹാൻ ക്രില്ലിനോട് ചോദിക്കുകയാണ്. നിരവധി മുറിപ്പാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു കൂസലും കൂടാതെ എഴുന്നേറ്റ് നിൽക്കുന്ന റെക്കോണെ കണ്ട് ക്രില്ലിയനും ഗുഹാനും അതിശയപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. ഇതൊരു മെയ്ത്താരി മാത്രമായിരുന്നു, ഇനിയാണ് ശരിക്കുള്ള യുദ്ധം, നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിച്ച് റെക്കോൺ വെജിറ്റയെ നോക്കി അട്ടഹസിച്ച് ചിരിക്കുകയാണ്. പാഞ്ഞു വരുന്ന റെക്കോൺ കിക്കെന്നും പറഞ്ഞ് മുട്ടുകാലം മടക്കി വെജിറ്റയുടെ മുഖം നോക്കി ആഞ്ഞൊരു തൊഴി തിരികെ എത്തുന്ന വെജിറ്റ ബാക്ക് ടു ബാക്ക് റെക്കോണിനെ തിരികെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം കൃത്യമായി തടയുന്ന റെക്കോൺ മാരകമായ ഒരു ഇടിയിലൂടെ വീണ്ടും വെജിറ്റനെ നിലം പതിപ്പിച്ച് ആധിപത്യം നേടുന്നു. ശക്തമായി പോരാടുന്ന വെജിറ്റയുടെ ചുറ്റിലും ഇളനീല നിറത്തിലും റെക്കോന്റെ ചുറ്റിനും ഇളമചന്ത നിറത്തിലുമുള്ള പ്രഭാവലയങ്ങൾ രൂപപ്പെടുന്നു. പെട്ടെന്ന് റെക്കോൺ ഒരു പ്രഹരത്താൽ വെജിറ്റനെ അടിച്ച് വെള്ളത്തിനടിയിൽ താഴ്ത്തുകയും വളരെ ശീഘ്രത്തിൽ അതിൽ കൂടെ നീന്തുന്ന വെജിറ്റ ഉയർന്നു പറന്നു പൊങ്ങി റെക്കോന്റെ വയറ്റിൽ പ്രഹരിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്നുയർത്തി പൊങ്ങുകയും എന്നാൽ നിയന്ത്രണം കിട്ടുന്ന റെക്കോൺ വെജിറ്റനെ പിടിച്ച് മണ്ണിലടിയിലേക്ക് താഴ്ത്തി എറിയുകയും ചെയ്യും. തല പുകഴ്ന്ന് മണ്ണിലടിയിൽ പോകുന്ന വെജിറ്റയുടെ അടുത്തേക്ക് റെക്കോൺ വന്ന് ഇറങ്ങി നിൽക്കുകയും വെജിറ്റയുടെ ഒരു കാലിൽ പിടിച്ച് പൊക്കിയെടുത്ത് പ്രകസനം കാണിക്കുന്ന റെക്കോന്റെ തലയിലേക്ക് നോക്കി മാരകമായ ഒരു തേജശക്തി പ്രയോഗിച്ചുകൊണ്ട് റെക്കോണെ അവിടെ നിന്നും വെജിറ്റ പറത്തുകയും ചെയ്യും. അവശനായി എഴുന്നേറ്റ് നിൽക്കുന്ന വെജിറ്റനെ നോക്കി ക്രില്ലിയൻ റെക്കോണെ ഇവൻ കൊന്നൊന്ന് അതിശയപ്പെട്ട് നോക്കി നിൽക്കുമ്പോഴേക്കും അടവ് വിദ്യ പ്രയോഗിച്ചുകൊണ്ട് റെക്കോൺ ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതെല്ലാം കാണുന്ന റെക്കോണും കൂട്ടരും വളരെ ഉല്ലാസത്തോടെ ചിരിക്കുന്നു. ഒരു കുഞ്ഞാവയോട് പെരുമാറുന്നത് പോലെയാണ് ഇവൻ എന്നോട് പെരുമാറുന്നത്, ഇതിനു മുകളിലായി ഒന്നും തന്നെ എനിക്ക് ചെയ്യുവാനില്ല, ഇവനിപ്പോൾ എന്നെ സുനിശ്ചിതമായും കൊല്ലുന്നതാണെന്നും പറഞ്ഞ് അല്പം പേടിക്കുകയും ചെയ്യും. അതേസമയം അതെല്ലാം കാഴ്ചകൊണ്ടിരുന്ന ഗുഹാനും ക്രില്ലിനും ഒരു പദ്ധതി ഇടുകയും വെജിറ്റനെ ഇപ്പോൾ അവൻ കൊന്നുകളയുകയാണെങ്കിൽ അതിനേക്കാൾ ലളിതമായി നമ്മളെ രണ്ടുപേരെ അവന്മാർ കൊല്ലുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന ഉചിതമായ സമയത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് അവന്റെ ശ്രദ്ധ തിരിപ്പിക്കണമെന്നും പറഞ്ഞ് ക്രില്ലിനും ഗുഹാനും ഒരു പദ്ധതിക്ക് തയ്യാറാവുന്നു. റെക്കോണോന്റെ പ്രകസനമെല്ലാം കാണിച്ചുകൊണ്ട് എറേസർ ഗൺ എന്ന മാരകമായ തേജശക്തി പ്രയോഗിച്ചുകൊണ്ട് വെജിറ്റനെ കൊല്ലുവാൻ തയ്യാറാകുന്നു. എന്നാൽ പാഞ്ഞു വരുന്ന ഗുഹാൻ വെജിറ്റനെ ആ തേജശക്തിയിൽ നിന്ന് രക്ഷിക്കുകയും പറഞ്ഞില്ലെന്ന ക്രില്ലിയൻ റെക്കോന്റെ തലയിലേക്ക് മാരകമായ ക്ഷത കൽപ്പിക്കുകയും ചെയ്യുന്നു.
എന്നാൽ ആ ആക്രമണത്തിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ട വെജീറ്റ ഒട്ടും തന്നെ സന്തോഷിക്കാതെ, നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമായി പോയി, എന്നെ രക്ഷിക്കുന്നതിന് പകരം അവനെ കൊല്ലുവാനായിരുന്നു നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നും പറഞ്ഞ് വളരെയധികം ഗുഹാനോട് ദേഷ്യപ്പെടുകയാണ്. റെക്കോണിന്റെ തേജശക്തിയിൽ അവിടെ നിന്നിരുന്ന മണ്ണും മലയാളം പകുതി കാറിനടുത്ത് പോയത് കണ്ട് ക്രില്ലിൻ അത്ഭുതപ്പെടുകയാണ്. ക്രില്ലിന്റെ ആക്രമണത്താൽ കുറച്ച് പല്ലുകൾ കൂടി റെക്കോൺ നഷ്ടപ്പെടുന്നത് കാരണം ബൊട്ടയോടും ഗീസിനോടും ക്രില്ലിനെയും ഗുഹാനെയും കൂടെ കൊല്ലുവാനുള്ള അനുവാദം റെക്കോൺ ചോദിച്ചു വാങ്ങുകയും പകരം അവർക്കൊരു ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്നുള്ള കരാറ് പ്രകാരം ക്രില്ലിനെയും ഗുഹാനെയും കൂടെ തന്റെ കൈകൊണ്ട് കൊല്ലാനുള്ള തീരുമാനം റെക്കോൺ നേടിയെടുക്കുകയും ചെയ്യുന്നു. വളരെ ഉല്ലാസത്തോടെ റെക്കോൺ ക്രില്ലിന് നേരെ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി വെജീറ്റ നോക്കി നിൽക്കും. റെക്കോണിന്റെ മാരകമായ ഒറ്റ തൊഴിയിലൂടെ എല്ലുകളെല്ലാം ഒടിഞ്ഞു വളരെ ദൂരെയായി ക്രില്ലിൻ ചെന്ന് വീഴുകയാണ്. ക്രില്ലിന് നേരെ ഓടിച്ചെല്ലുന്ന ഗുഹാൻ വളരെ സങ്കടത്തോടെ അവനെ നോക്കി കരയുന്നു. റെക്കോണിന്റെ ഒറ്റ തൊഴി കൊണ്ട് തന്നെ ക്രില്ലിൻ നിലംപരിച്ചായിരിക്കുകയാണ്. എനിക്കല്ലെങ്കിൽ അവരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, നമുക്ക് അതിന് മാത്രമുള്ള ശക്തിയൊന്നുമില്ല, നമ്മൾ എന്തായാലും തോക്കുക തന്നെ ചെയ്യും. ഡ്രാഗൺ ബോളും എല്ലാം അവന്മാര് കൊണ്ടുപോയി, നമ്മളിതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നും പറഞ്ഞ് ക്രില്ലിൻ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ അടുത്ത ഞാൻ നിന്നെയാണ് കൊല്ലാൻ പോകുന്നതെന്നും പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ റെക്കോൺ ഗുഹാനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയും അതെല്ലാം കാണുന്ന ഗുഹാന് വളരെയധികം ദേഷ്യം വരികയും ചെയ്യുന്നു. അതേസമയം ബഹിരാകാശത്തോടെ ഗോക്കു പറന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്പേസ് ഷിപ്പ് പ്ലാനറ്റ് നമക്കിന് അരികിലായി എത്താറായതായി കാണുകയും ഗോക്കു വളരെ ഗൗരവമായി പ്ലാനറ്റ് നമക് നോക്കി നിൽക്കുന്നതുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ ദേഷ്യം വരുന്ന ഗുഹാന്റെ രണ്ട് കൈകളിൽ നിന്നും മാരകമായ തേജശക്തി റെക്കോണ് നേരെ അയക്കപ്പെടുകയും അതുവരും ശ്വാസവായു കൊണ്ട് ഊതിയകറ്റുന്ന റെക്കോൺ ഗുഹാന് നേരെ തന്നെ തിരിച്ചുവിടുകയും അതിൽ നിന്നും തെന്നി മാറുന്ന ഗുഹാനെ പറന്നിയെല്ലുന്ന ഒരു പ്രഹരം കൊണ്ട് നിലം പതിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഗുഹാൻ അച്ഛാ വേഗം വരൂ, ഞാൻ ഇവന് മുന്നിൽ തോക്കില്ല എന്നും പറഞ്ഞ് വളരെയധികം സങ്കടപ്പെടുകയാണ്. അതേസമയം ഫ്രീസയ്ക്ക് മുമ്പിൽ ജിയാനു 7 ഡ്രാഗൺ ബോളും കൊണ്ട് കാഴ്ചവെക്കുകയും ജിയാനു നിന്നെ ഓർത്ത് എനിക്ക് വളരെയധികം അഭിമാനമുണ്ടെന്ന് ഫ്രീസ അവനോട് പറയുകയും ചെയ്യുന്നു. എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറാൻ പോവുകയാണെന്നും പറഞ്ഞ് ഫ്രീസ സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് അത് നേടിയെടുക്കാൻ പറഞ്ഞ് ജിയാനുവും ഫ്രീസയെ പ്രോത്സാഹിപ്പിക്കുന്നു. 7 ഡ്രാഗൺ ബോളുകളെ, ഞാനാണ് ഫ്രീസ സാമ, എനിക്ക് അമരത്വവും യുവത്വവും നൽകുമെന്നും പറഞ്ഞ് ഫ്രീസ വളരെ ഉച്ചത്തിൽ അലറുകയും എന്നാൽ അവിടെ യാതൊരുവിധ മാറ്റങ്ങളും ഉണരുവാൻ സാധിക്കാതെ ഫ്രീസയും ജിയാനുവും വാ പിളർന്നു നിൽക്കുകയും ചെയ്യുന്നു. അതേസമയം ഗുഹാനെയും കൂട്ടരെയും രക്ഷിക്കുവാനായി ഗ്രാൻഡ് എൽഡറിന്റെ വാക്കും കേട്ട് അവരുടെ പിറകെ പോയിക്കൊണ്ടിരുന്ന നൈല് പെട്ടെന്നെന്തോ വളരെ വലിയ അപകടം തിരിച്ചറിയുകയും ഗ്രാൻഡ് എൽഡർ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എന്തോ അപകടം വരാൻ പോകുന്നതായിട്ട് അവന് മനസ്സിലാവുകയും എർത്തിലിങ്ങിനെ രക്ഷിക്കുന്നതിനേക്കാളും എനിക്ക് ഗ്രാൻഡ് എൽഡറിനെ രക്ഷിക്കുന്നതാണ് ഇമ്പോർട്ടന്റ്, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ തിരികെ പോകുന്നു, എന്നോട് ക്ഷമിക്കണേ ഭൂമിക്കാരെ എന്നും പറഞ്ഞ് ഗ്രാൻഡ് എൽഡർ ഉള്ളതിനടുത്തേക്ക് നൈൽ തിരികെ പോവുകയും ചെയ്യുന്നു. വിഷ് ഗ്രാൻഡ് ചെയ്തിട്ട് മാറ്റമൊന്നും കാണുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന ജിയാനു നിങ്ങളിപ്പോൾ അമരനായി മാറിക്കഴിഞ്ഞു എന്ന് ഫ്രീസയോട് തിരക്കുകയും ഇല്ല, ഇപ്പോഴും എനിക്ക് അമരത്വം നേടാൻ സാധിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഫ്രീസ ആലോചിക്കുകയും ഫ്രീസ രണ്ടാമതായി കൊല്ലാൻ പോയ ഗ്രാമത്തിലെ തലവൻ നീ 7 ഡ്രാഗൺ ബോളും പിറക്കി കൊട്ടിയാലും നിന്നെ കൊണ്ട് അതിന്റെ വിഷ് ഒന്നും ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞത് ഫ്രീസയ്ക്ക് ഓർമ്മ വരികയും ഈ ഡ്രാഗൺ ബോളിൽ നിന്ന് വിഷ് നേടണമെങ്കിൽ എന്തോ കോഡ് വേർഡോ പാസ്വേഡോ എല്ലാം വേണോ എന്നും പറഞ്ഞ് ഫ്രീസ വളരെയധികം ദേഷ്യത്തോടെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും നമിക്കന്മാരെയോ ഇല്ലേ വെജീറ്റാനെയോ ക്രില്ലിനെയോ ഗുഹാനെയോ ഇവിടേക്ക് പിടിച്ചോണ്ട് വരാൻ പറയുകയും ചെയ്യും. അതേസമയം തന്നെ എൽജിമീറ്ററിന്റെ സഹായത്തോടെ ചുറ്റിലും നോക്കുന്ന ഫ്രീസയ്ക്ക് വളരെ ദൂരെ പ്രായമായ ഗ്രാൻഡ് എൽഡറും ഡെൻഡായി ഒരു റൂമിനുള്ളിലായി ഇരിക്കുന്നതായി കാണുകയും നെയിൽ അവിടേക്ക് വളരെ വേഗത്തിൽ പറന്നു പോകുന്നതായി മനസ്സിലാവുകയും ചെയ്യും. അത് കേട്ട ഉടൻ തന്നെ ജിയാനു എന്നാൽ ഞാൻ പെട്ടെന്ന് അവന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഫ്രീസയോട് തയ്യാറാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഈ വംശക്കാരോടൊക്കെ പെരുമാറി എനിക്ക് നല്ല പരിചയമാണ്, ഞാൻ തന്നെ പോയി ചോദിച്ചാളെന്നും പറഞ്ഞ് ഫ്രീസ അവിടേക്ക് പോകാൻ വേണ്ടി അവന്റെ ചെറിയ സ്പേസ് ഷിപ്പിൽ കയറി ഇരുന്നുകൊണ്ട് തയ്യാറെടുക്കുകയാണ്. ഞാൻ വരുന്നിടം വരെ ഈ ഡ്രാഗൺ ബോളുകൾ നീ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് ജിയാനുവിനെ ഫ്രീസ ഏൽപ്പിക്കുകയും ചെയ്യും. ചെറുവിമാനത്തിൽ കയറിയിരുന്ന ഫ്രീസ മിന്നൽ വേഗത്തിൽ അവിടേക്ക് പറക്കുകയാണ്. അതേസമയം മാരകമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെക്കോണും ഗുഹാനും ഇടതടവില്ലാതെ റെക്കോണിന്റെ അറ്റാക്ക് കൊണ്ട് ഗുഹാൻ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെക്കോൺ ബോംബർ എന്ന മാരകമായ തേജശക്തി പ്രയോഗിച്ചുകൊണ്ട് റെക്കോൺ ഗുഹാനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം തെന്നിമറിഞ്ഞ ഗുഹാനെ മാരകമായ പ്രഹരം കൊണ്ട് റെക്കോൺ നിലം പതിപ്പിക്കുകയാണ്. ആ പ്രഹരവും താങ്ങി നിലത്തു നിന്നും പിച്ചു വെച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഗുഹാൻ മുന്നടി വെച്ച് 3 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുമ്പോഴേക്കും ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിലത്തേക്ക് കുഴഞ്ഞു വീഴുകയാണ്. അത് കാണുന്ന ക്രില്ലിയൻ ഗുഹാന്റെ മരണത്തിലേക്ക് ഇത് പെട്ടെന്ന് നയിക്കുമെന്ന കാരണം കൊണ്ട് അടുത്ത് ഗുഹാൻ വീണ്ടും വേഗം എഴുന്നേൽക്കുമെന്നും പറഞ്ഞ് ഗുഹാനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ഗുഹാൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയും റെക്കോണ് നേരെ നടന്നു ചെല്ലുകയും ചെയ്യും. ഒരു തരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഗുഹാൻ മുന്നടി വെച്ചുകൊണ്ട് ഗോക്കുവാണ് എന്റെ അച്ഛൻ, ഗോക്കുവിന്റെ മകനാണ് ഞാൻ, ഗോക്കു ഒരിക്കലും തോറ്റു കൊടുക്കില്ല, അതുപോലെ ഞാനും തോക്കുകയില്ല എന്നും പറഞ്ഞ് മുന്നടി വെച്ച് ഞൊട്ടി മുന്നോട്ട് നടക്കുകയാണ്. നിന്നെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ചാകുന്ന മരണഭയം കണ്ടിട്ടും ഗുഹാൻ മുന്നോട്ട് നടന്നുകൊണ്ട് റെക്കോണെ തന്നെ അതിശയപ്പെടുന്നു. നിനക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് ചോദിച്ച് റെക്കോൺ അവനെ അത്ഭുതപ്പെട്ട് നോക്കി ചിരിക്കുകയാണ്. ഗുഹാന്റെ ആത്മവിശ്വാസവും പെരുമാറ്റവും എല്ലാം കാണുന്ന റെക്കോൺ നീ ഏത് ഗ്രഹത്തിൽ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ ആത്മവിശ്വാസവും ശക്തികളും കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നും പറഞ്ഞു ചിരിക്കുന്നു. നിന്നെ വിടില്ല എന്നും പറഞ്ഞ് ഗുഹാൻ മുന്നോട്ട് നടക്കുമ്പോൾ നീ കളിച്ചത് തെറ്റായ ആളോടായി പോയെന്നും പറഞ്ഞ് റെക്കോൺ ഗുഹാന്റെ കഴുത്തിലേക്ക് ആഞ്ഞു നോക്കി ഒറ്റ ചവിട്ടി ഔട്ടും. റെക്കോന്റെ കാലിൽ നിന്നും ഗുഹാന്റെ കഴുത്തിലേക്ക് പതിച്ച ആ തൊഴിയിലൂടെ ഗുഹാന്റെ കഴുത്ത് തന്നെ ഉടഞ്ഞു പോകുന്നതായി മനസ്സിലാക്കുന്ന വെജീറ്റയും ക്രില്ലിനും അത്ഭുതപ്പെട്ട് വളരെ നിരാശയോടെ നോക്കി നിൽക്കുകയാണ്.
പോവുകയാണ്. യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ വെജിറ്റയും ക്രില്ലിനും സങ്കടപ്പെട്ട് അവിടെ കിടക്കുകയാണ്. ഗുഹാന്റെ പ്രാണശക്തി കുറഞ്ഞു 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 പൂജ്യത്തിലേക്കായി മാറുന്നത് കാണുന്ന ഗീസും ബുട്ടയും അവന്റെ അകത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും. കഴുത്തൊടിഞ്ഞ് ചത്തതുപോലെ കിടക്കുന്ന ഗുഹാനെ കണ്ട് എന്ത് പാവമായ വിഡ്ഢിയാണവെന്നും പറഞ്ഞു വെജിറ്റയും സങ്കടത്തോടെ മുട്ടുകുത്തി നില തിരിഞ്ഞു പോകും. കുട്ടിയായ ഗുഹാന്റെ നിസ്സഹായമായ അവസ്ഥ കണ്ട് വളരെയധികം സങ്കടത്തോടെ ക്രില്യൻ പൊട്ടി പൊട്ടി കരയുകയാണ്. അവനിൽ കുറച്ചുകൂടി ശക്തി ഉണ്ടായെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ഇല്ലല്ലോ എന്നും പറഞ്ഞു വെജിറ്റയും സങ്കടപ്പെടുന്നു. നിന്നെ പോലെ അല്പപ്രാണികളെ കൊല്ലാൻ വേണ്ടിയാണല്ലോ ഫ്രീസസാമൻ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിങ്ങളെ പോലെയുള്ള ഈ ദുർബലരെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് ഫ്രീസസാമൻ ഞങ്ങളെ ഇവിടേക്ക് വരവെച്ചതെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലാത്തതെന്നും പറഞ്ഞ് ഡ്രാഗൺ വളരെയധികം സങ്കടത്തോടെ സന്തോഷത്തോടെയും ചിരിക്കും. നിങ്ങളെ മൂന്നുപേരെയും ഇപ്പോഴെന്റെ കൈകൊണ്ട് തന്നെ ചാമ്പലാക്കിയേക്കാമെന്നും പറഞ്ഞ് ഡ്രാഗൺ തയ്യാറാകുമ്പോഴേക്കും ആകാശത്തിന്റെ വിദൂരതയിൽ നിന്നും അതിമരകമായ ഒരു ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ പാറിപ്പറക്കുന്ന കഴുകനെ പോലെ ശരവേഗത്തിൽ എന്തോ ഒന്ന് ആകാശത്തോടെ പാഞ്ഞു വരുന്നതായി അവരെല്ലാം കാണും. അതെ, അത് തന്നെ ഗോകു വന്നിരുന്ന സ്പേസ്ഷിപ്പ് മാരകമായ വേഗത്തോടെ ഗുഹാൻ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നതിന് കുറച്ച് സമീപത്തായി മറ്റൊരു മലയിലേക്ക് വന്ന് ആഴ്ന്നിറങ്ങുന്നു. പിൻവാങ്ങിയ പൊടിപടലങ്ങൾക്കിടയിലൂടെ ക്യാപ്സൂൾ കോർപ്പ് എന്ന എഴുത്ത് നമുക്കതിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ കവാടം ക്രമാതീതമായി മെല്ലെ പുറത്തേക്ക് തുറക്കപ്പെടുന്നു. അതിനുള്ളിലെ വളരെയധികം ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഗോകുവിനെയും സെൻസുബിനും അരയിൽ വെച്ച് കെട്ടിക്കൊണ്ട് വളരെ ദേഷ്യത്തോടുള്ള ഭാവത്തിൽ ഗോകു പുറത്തേക്ക് നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. ഡ്രാഗൺ ബോൾ സി ഫ്രീസ സാഗയിലൂടെ വീണ്ടും കാണാം. ബൈ.